വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2022 GR ഇന്ദുഗോപൻ തൻ്റെ FB പോസ്റ്റിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ആനക്കാര്യം പറയാനുണ്ട്. ആ ആനക്കാര്യം ഉടനെ നിങ്ങളെ കൈകളിലെത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തസ്കരം വായിച്ച ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയും, ഇതിനെക്കുറിച്ചൊന്നും വലിയ കാഴ്ചപ്പാടില്ലാത്ത ആളുകൾക്ക് ആകാംക്ഷയുമായിരുന്നു യഥാർത്ഥത്തിലുണ്ടായിരുന്നത്. പലരും അതിനെക്കുറിച്ച് അന്വേഷിച്ചു, എന്താണ് ആര്യക്കാര്യം. പിന്നീട് അദ്ദേഹം DC ബുക്സിൻ്റെ ഔദ്യോഗിക പേജിൽ തന്നെ ഒന്ന് പറഞ്ഞു, ഞാനൊരു പുസ്തകം രചിക്കുന്നുണ്ട്, പേര് ആന എന്നാണ്, കാര്യം ആനക്കാര്യമാണ് എന്നുള്ളത്. പിന്നീട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകം മാറിയിട്ടുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മലയാളത്തിൽ അതല്ലെങ്കിൽ മലയാളത്തിലല്ലെങ്കിലും ആനകളെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കനീഷ് തരൂരിൻ്റെ പുസ്തകങ്ങളുണ്ട്, സ്വിമ്മിങ് എമംഗ് ദി സ്റ്റാർസ് പോലത്തെ മറ്റു പുസ്തകങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആനക്കാര്യങ്ങൾ പറയുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന് പറയുന്ന പുസ്തകത്തിന് ഇത്രത്തോളം സ്വീകാര്യത ലഭിച്ചത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തോ ഒരു വ്യതിരിക്തമായൊരു സാധനം അദ്ദേഹത്തിൻ്റെ ആനക്കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1511 മലയാളിയായ കേശവൻ എന്ന് പറയുന്ന ഒരു ആനക്കുട്ടിയെ റോമിലെ മാർപ്പാപ്പക്ക് കാണിക്ക വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനയെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ജാതിയിൽ ഏറ്റവും താഴ്ന്നവനായ ചീരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് അടിസ്ഥാനത്തിൽ കേരളത്തിൽ നടക്കുന്ന ചുറ്റുപാടുകൾ, ആ സമയത്തുള്ള കേരള വർത്തമാനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കടലിൽ സംഭവിക്കുന്ന, യാത്രകളിൽ സംഭവിക്കുന്ന അനുമാനങ്ങൾ, വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ എത്തിയിട്ടുള്ള സംഘർഷങ്ങളാവട്ടെ, സന്തോഷങ്ങളാവട്ടെ, അവിടുത്തെ എല്ലാ സാധനങ്ങളും ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഒരു ആനക്കാര്യമാണ് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ റോമിലേക്ക് എന്നാൽ ആ സമയത്ത് ആർക്കും ആന എന്നൊരു ജീവിയെ പരിചയമില്ല, മലബാറിലെ ഭാഷയും പരിചയമില്ല. പിന്നീട് ആനയെ അവർ ആനോ ആയി ഏറ്റെടുത്തു, പിന്നീട് ഒരു ഓമനയായി മാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി ടച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വായനയുടെ ഉടനീളം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു വിപ്ലവകരമായ ഒരു സാധനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം മലയാളികൾ വായിക്കുമ്പോൾ ഒരു അഭിമാനത്തിൻ്റെ കൂടെ ഒരു സാധനം നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ മലയാളി ടച്ച് നിങ്ങൾക്ക് വായിച്ചപ്പോൾ ഉണ്ടായൊരു അനുഭവമൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കി എന്ന് പറഞ്ഞല്ലോ, അതിൽ പ്രധാനമായും ഈ പുസ്തകം സങ്കല്പവും ചരിത്രവും കൂടി ഒരു ആഖ്യാനമായിട്ടാണ് ഈ പുസ്തകം ഉള്ളത്. മലയാളി ടച്ച് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിലൂടെ നമുക്ക് മലയാളികളെ കാണാൻ കഴിയും. അതിൽ പറയുന്ന ഒരു കഥാപാത്രം, മിഖായൽ ദാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഈ കാബ്രാള് ഇവിടെ നിന്ന് കപ്പൽ കയറി തിരിച്ചു പോകുന്ന സമയത്ത് കൂടെ 5 പേരാണ് ഉണ്ടാവുന്നുള്ളത്. ഈ 5 പേരിൽ ഒരാൾ ഈ മിഖായൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മിഖായൽ ദാസ് ശരിക്കും മിഖായൽ ദാസ് ആയിരുന്നില്ല, നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ മതം മാറ്റുകയാണ്, കപ്പലിലേക്ക് കയറ്റാൻ വേണ്ടി ജ്ഞാനസ്നാനം ചെയ്ത് ക്രിസ്ത്യാനിയാക്കി മതപരിവർത്തനം ചെയ്തിട്ടാണ് കപ്പലിലേക്ക് കയറ്റുന്നത്. അങ്ങനെ ഇദ്ദേഹം പോയി പിന്നീട് അവിടെ എത്തി മാനുവൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളായി ഈ മിഖായൽ ദാസ് മാറുന്നുണ്ട്. ഒടുവിൽ ചീരനുമായി നടക്കുന്ന ചില സംഭാഷണങ്ങളിലൊക്കെ മിഖായൽ ദാസിനെ നമുക്ക് നല്ലോണം കാണാൻ സാധിക്കും. മിഖായൽ ദാസിൻ്റെ ആ ഒരു അതായത് നമ്മൾ ഇവിടെ നിന്നൊരു മലയാളി പോയി മലയാളി അവിടെ ഉണ്ടാക്കുന്ന ഓളം, ഒരു സ്വാധീനം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയതിന് ശേഷം തന്നെ, അതിനുശേഷം ഒരു 10 വർഷത്തിന് ശേഷം ഒട്ടേറെ ആളുകൾ, അന്നാണ് ഈ യൂറോപ്യത്തിലേക്ക് അങ്ങനെ ഒരു പ്രവാസം ഇവിടെ നിന്ന് മലയാളികൾ തുടങ്ങുന്ന ഒരു ചരിത്രത്തിൻ്റെ ഉത്ഭവം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പ്രധാന കഥാപാത്രങ്ങളായ ചീരൻ്റെയിലും നമുക്ക് കാണാൻ പറ്റും. ഈ റാഫേൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ, ആനയുടെ ആ ഒരു ചിത്രം വരച്ച ചിത്രകാരനാണല്ലോ ഈ റാഫേലിൻ്റെ ഭാര്യ കാമുകിയെ ഈ ചീരൻ വശീകരിക്കുന്നുണ്ട്. നമുക്ക് ഇത് കാണാൻ പറ്റും. ഒരു മലയാളി വശീകരിക്കുകയാണ്. അത് ഈ ചീരൻ എന്നറിയുന്ന കഥ. അതേസമയത്ത് റാഫേൽ എന്ന് പറയുന്നത് ഈ മാർപ്പാപ്പയുടെ കൂടെ പഠിച്ച ഒരാളാണ്. എന്നിട്ട് പോലും അയാളെ വശീകരിക്കാൻ, ആ കാമുകിയെ വശീകരിക്കാൻ ചീരന് സാധിക്കുന്നു എന്നുള്ളത്, അതാണ് നമ്മൾ ഈ മലയാളി ടച്ചായി അതിൽ പൊതുവെ കാണാൻ പറ്റുന്ന ഒരു സാധനം.
ചീരനെ കുറിച്ച് പറയുമ്പോൾ മാർപ്പാപ്പാക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആനോയെ കൊണ്ടുപോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ചീരനായിരുന്നില്ല ഇതിൻ്റെ ഒരു ഉദ്യമം ഏറ്റെടുക്കേണ്ടത്, കൊമ്പൻ നായരായിരുന്നു. പക്ഷേ ഇത് എല്ലാം ഒരു നിർബന്ധ അടിസ്ഥാനത്തിലാണല്ലോ കൊണ്ടുപോകുന്നത്. ആനയെ കുളിപ്പിക്കാൻ വേണ്ടി, കേശവൻ എന്ന കൊച്ചാനയെ കുളിപ്പിക്കാൻ വേണ്ടി കായലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ കൊമ്പൻ നായർ തത്വത്തിൽ മുങ്ങുകയാണ്, ഊളിയിട്ട് ആ കായലിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ചീരൻ എന്ന ചെറിയ വലിയ പ്രായമൊന്നുമില്ലാത്ത, പരിചയസമ്പത്തൊന്നും ഇല്ലാത്ത ആനക്കാരൻ ആനപ്പാപ്പയായിട്ട് മാർപ്പാപ്പയ്ക്ക് കാണിക്ക വെക്കാൻ വേണ്ടിയിട്ട് ഈ ആനയെ കൊണ്ടുപോകുന്നത്. 43 മൃഗങ്ങളുണ്ടായിരുന്നു ആ കപ്പലിൽ. അതിൽ 1.5 വയസ്സും 4 കിൻഡലുള്ള ഈ ആനയും ഈ ചീരനും, മലയാളിയായ കേശവനും മലയാളിയായ ചീരനും, അവർക്കുണ്ടായിരുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അമിത സ്വാതന്ത്ര്യം ആ കപ്പലിൽ വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇവർ ഈ മാനുവൽ രാജാവിനടുത്തും അതുപോലെ ഈ റോമൻ സഭയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാർട്ടിൻ ലൂതർ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭ വിഭജിച്ച്, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മൂലം ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭ ഉണ്ടാക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ചീരനും ഈ കേശവനും തമ്മിലുള്ള ഇവരുടെ ഒരു സ്വാധീനം മൂലമാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു സാധനമായിട്ട് പുസ്തകത്തിലുടനീളം കുറേ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ മഖ്ദൂന്തങ്ങളെ വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ എഴുത്തച്ഛനെ വായിക്കുമ്പോൾ രണ്ട് തലങ്ങളിലായിട്ടാണ് വായിക്കാറ്. മഖ്ദൂന്തങ്ങൾ പറഞ്ഞാൽ ഒരു ആത്മീയ നേതാവായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ മതകാര്യങ്ങളും വിശ്വാസികളുടെ പുരോഗതിക്ക് വേണ്ടി നടന്നു പറഞ്ഞത്. മറ്റൊന്ന് എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ ഭൗതികപരമായി സമൂഹത്തിൻ്റെ ഒരു നിർമ്മിതിക്ക് വേണ്ടി നടന്നു കാര്യം. പക്ഷെ ഇത് രണ്ടും ചേർത്ത് വായിക്കുന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ പുസ്തകത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ രണ്ട് വ്യക്തികളും ചേർന്ന് കേരളത്തെ, മലബാറിനെ സമൂഹത്തിൽ ഏറ്റവും അത്യുന്നതമായ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ വിജ്ഞാനപരമായ വിപ്ലവത്തിൽ മുതിർന്നു എന്നുള്ളതാണ് ഇന്ദുഗോപതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ലോത്തുപള്ളി സിസ്റ്റങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്നുണ്ട് നമ്മൾ മഖ്ദൂം കാലത്താണെന്നൊക്കെ പറയാറുണ്ട്. അത് പിന്നെ കൂടെ ഇരുന്ന് പഠിക്കുന്ന എഴുത്തച്ഛൻ്റെ ശൈലികളെ പരിചയപ്പെടുത്തുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യാറുണ്ട്, ആ സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പം ഇത്തരത്തിൽ മഖ്ദൂം തങ്ങളെയും എഴുത്തച്ഛനെയും ചേർത്തിരുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുന്നുള്ളത് ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പം നവോത്ഥാന കാലത്തൊക്കെ നമ്മൾ അവകാശവാദങ്ങളൊക്കെ ആയി വരുന്ന കുറേ സംഭവമുണ്ട്. വിദ്യാഭ്യാസത്തിന്, സമ്പ്രദായത്തിന് കേരളത്തിൽ നൃത്തം കുറിച്ച് ഞങ്ങളാണ്, അല്ലെങ്കിൽ സൽഫി ശാസ്ത്രങ്ങളാണ്, മറ്റും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് നിൽക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നൊക്കെ തോന്നിപ്പോകും. അത് ഓരോരുത്തർക്കും ഓരോ ദിവസമാണ്. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രചനാശൈലിയിൽ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു തോന്നിയൊരു സാധനം. പിന്നെ മഖ്ദൂന്തങ്ങൾ പറഞ്ഞല്ലോ, മഖ്ദൂന്തങ്ങൾ എത്രത്തോളം ഇങ്ങനത്തെ മറ്റു വൈദേശികമായ ശക്തികൾക്കെതിരെ വൈമനസ്യം വെച്ച് പുലർത്തിയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ മനസ്സിലാകും. കാരണം വിശ്വാസികളോട് പള്ളിയിൽ നിന്ന് തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫ്രഞ്ചുകാർക്കെതിരെ പട നയിക്കണം, ഹിന്ദുക്കളോടൊപ്പം നിങ്ങൾ കൈകോർത്ത് നിൽക്കണം, മുസ്ലിങ്ങളെ നിങ്ങൾ നിരന്തരമായി അവർക്കെതിരെ നിൽക്കണം എന്നൊക്കെ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമൂഹം നിർമ്മിക്കുക എന്നൊരു തലത്തിലേക്കാണ്, അതായത് കേവലം ഒരു വിശ്വാസി സമൂഹത്തെ മാത്രം നിലനിർത്തുക എന്നല്ല, ഒരു സമൂഹത്തെ നിലനിർത്തുക എന്നുള്ള വലിയ തലത്തിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ചർച്ചകൾ പോയിട്ടുണ്ട് എന്ന് എനിക്ക് ഇത് വായിച്ചപ്പോൾ തോന്നി. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ എഴുത്തച്ഛനാണെങ്കിലും അതേപോലെ മഖ്ദൂം തങ്ങളാണെങ്കിലും അവിടേക്ക് ഈ പഴയ കാലത്ത് ഈ താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് പഠനം മറ്റു കാര്യങ്ങളൊന്നും അനുവദിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഇവർ ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ പുസ്തകത്തിൽ ആനയിൽ പല ചരിത്രങ്ങളെയും നമ്മൾ വായിക്കാത്ത കുറേ ചരിത്രങ്ങൾ, ഈ ചരിത്രം ഇങ്ങനെയൊക്കെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ വാസ്കോഡ ഗാമയൊക്കെ ഞാൻ കേട്ട വാസ്കോഡ ഗാമ എന്ന് പറയുന്നത് കാലങ്ങളോളം എപ്പോഴും ധീരനായി വാഴ്ത്തപ്പെടുന്ന, ഇവിടെ വന്ന് വലിയ വിപ്ലവങ്ങൾ നയിച്ച വാസ്കോഡ ഗാമയായിരിക്കാം. പക്ഷേ ഞാനോ വായിച്ചവർക്കറിയാം, അതിൽ വരുന്ന വാസ്കോഡ ഗാമ കപ്പലിറങ്ങി, വാസ്കോഡ ഗാമ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. കപ്പലെത്തുന്നുണ്ട്. MGS നാരായണന്റെ പുസ്തകത്തിൽ അങ്ങനെ വാദം പറയുന്നുണ്ടല്ലോ, വാസ്കോഡ ഗാമ അല്ല യഥാർത്ഥത്തിൽ കാപ്പാട് കുത്തൻ എന്നുള്ള സാധനം
MGSന്റെ പുസ്തകം ഒന്നും വായിക്കണ്ടേ, അത് ഓരോ ആദർശമായിട്ട് വിലയിരുത്തല്ലേ. ഞങ്ങളെ ഈ അതിൽ കാണാൻ പറ്റുന്നൊരു സാധനം, ഈ ജൂതനായ ഈ കുറേ തടവുകാരുണ്ട് ഇവർക്ക്. ഈ തടവുകാരിൽ ഒരാളായ ജോബു നോയിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് കപ്പലിൽ നിന്ന് ആദ്യം ഇറക്കുന്നത്. കാരണം വാസ്കോഡ ഗാമയ്ക്ക് ഇത് ഭയമാണ്, തദ്ദേശീയർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. ആഫ്രിക്കയിൽ വഴി അവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഭയം വിധത്തിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ ജോബു നോയിസ് അങ്ങനെ കോഴിക്കോട്ട് ഇറങ്ങി അവിടെ നിന്ന് കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ കറികൾ, മീൻ കറികളൊക്കെ, അതുപോലെ തന്നെ കുരുമുളക് പോലെയുള്ള പല കാര്യങ്ങളും ഇതൊക്കെ പരിചയപ്പെട്ടാണ് പിന്നീട് കപ്പലിലേക്ക് പോകുന്നത്. കപ്പലിലേക്ക് എത്തിയതിന് ശേഷവും വാസ്കോഡ ഗാമ ഇറങ്ങാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു ധീരനായൊക്കെ വാഴ്ത്തപ്പെടുന്ന ഇത്തരം കുറേ ആളുകളെ നമുക്ക് ഈ ആനയിലൂടെ നമുക്ക് കാണുമ്പോൾ ഒരൊന്നും ധീരരായിരുന്നില്ല, വെറും ഭീരുവായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ ഒരു കാഞ്ചമാല എന്ന് പറയുന്ന ഒരാളെ കൂടി അത് കഥാപാത്രം നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അദ്ദേഹം നമ്മൾ പൊതുവെ പറയപ്പെടാറുണ്ട്, ഇവിടേക്ക് വരുന്ന സമയത്ത്, ഇന്ത്യയിലേക്ക് എത്തുന്ന സമയം വലിയ സങ്കീർണത പിടിച്ചതായിരുന്നു ഇവിടുത്തെ റൂട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ആനോ പറയുന്നത് അല്ല, അത്തരം സങ്കീർണതകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രൂപത്തിലാണ്. കാരണം മൊസംബിയയിലെ രാജാവ് സമ്മാനിക്കുന്ന ഒരു കാഞ്ചമല എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം കൂടി ഇവിടെ ഉണ്ട്, ഒരു ഗുജറാത്തുകാരനായ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇങ്ങോട്ടേക്ക് തിരിക്കുന്നതും. അങ്ങനെ വരുന്ന വഴി അതുകൊണ്ട് തന്നെ അത്ര സങ്കീർണമായിരുന്നില്ല ആ യാത്ര എന്നുകൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള ഇന്ദുഗോപൻ്റെ ഒരു ഉത്സാഹം നമുക്ക് ഈ പുസ്തകത്തിലുടനീളം കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ്, ഈ മാനുവൽ രാജാവിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചീരനെ അയക്കുന്നത് സാമൂതിരി ചട്ടം കെട്ടിയിട്ട്. അതിൽ എഴുത്തച്ഛനുള്ള ഒരു പങ്ക് അദ്ദേഹം പറയുന്നുണ്ട്. എഴുത്തച്ഛനുള്ള അതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഈ എഴുത്തച്ഛനെ ഇങ്ങനെ പ്രതിയാക്കുന്നത്, കൂട്ടുപ്രതിയാക്കുന്നത്, ഗൂഢാലോചനയിലെ ഒരു അംഗമാക്കി കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ചീരൻ എഴുത്തച്ഛൻ്റെ ഒരു ശിഷ്യനാണ്. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സമുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച എഴുത്തച്ഛനും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഇവരുടെ ഈ എഴുത്തച്ഛൻ്റെ ഒരു ശിഷ്യനാണ് ഈ ചീരൻ എന്ന് പറയുന്നത്. ഈ സാമൂതിരി ഇങ്ങനെ ഒരു ഉദ്യമവുമായി മാനുവൽ രാജാവിൻ്റെ അടുത്തേക്ക് ചീരനെ അയക്കുന്ന സമയത്ത് അവിടെ ആ സഭയിൽ ആരുണ്ടായിരുന്നു? എഴുത്തച്ഛനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗൂഢാലോചനയിൽ എഴുത്തച്ഛന് പങ്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ശേഷം ഈ സാമൂതിരി മരണപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഉദ്യമം നടത്താൻ ചീരന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ മിഖാൽ വാസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ പറഞ്ഞയച്ച, നിങ്ങളെ ഉദ്യമത്തിന് വേണ്ടി പറഞ്ഞയച്ച അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടല്ലോ, പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഈ ഉദ്യമം നിർത്തിക്കൂടെ? ആ സമയത്ത് ചീരൻ കൊടുക്കുന്ന മറുപടി ഉണ്ട്, ഏതൊരു ഉദ്യമമാണെങ്കിൽ പോലും പറഞ്ഞയച്ചയാൾ എന്തായി എന്നുള്ളതല്ല, നമ്മളിപ്പോഴും അതിന് ബാധ്യസ്ഥനാണ്, നമ്മളെ ഉത്തരവാദിത്തത്തിലാണ്. അങ്ങനെ ആ മാനുവൽ രാജാവിനെ കൊല്ലാൻ വേണ്ടിയുള്ള മറ്റു നടപടികളുമായിട്ട് ചീരൻ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം സംഭവങ്ങളോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു നോവലിന് ഇത്രത്തോളം ആളുകളെ പിടിച്ചിരുത്താൻ കഴിയാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ, അതൊരു പുസ്തകത്തിൻ്റെ വിജയമായിട്ട് നമുക്ക് കാണാം. ഇപ്പം ഇതിൻ്റെ പുസ്തകത്തിൻ്റെ റിവ്യൂ എടുത്താൽ കുറേ ആളുകൾ പറയുന്ന ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത്, പാരമ്പര്യമായിട്ട് വരുന്നൊരു നോവൽ സിസ്റ്റം ഉണ്ട്. സങ്കടത്തിലൊതുങ്ങുന്ന, സന്തോഷത്തിലൊതുങ്ങുന്ന, പ്രണയം വിജയം കാണുന്ന, അല്ലെങ്കിൽ പ്രണയത്തിലൂടെ ആത്മഹത്യ അടിക്കുന്ന ഒരു നോവൽ സിസ്റ്റം. എന്തുകൊണ്ട് ആധുനികമായിട്ട് ഇപ്പോൾ പുതിയ നോവലുകൾ അതിൽ നിന്ന് മാറി അവർ ഉൾപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞാൽ ഫുള്ള് പഠനങ്ങൾ അടിസ്ഥാനമായിട്ട്, അതല്ലെങ്കിൽ ചരിത്രാഖ്യായിക രൂപത്തിലേക്ക് ചരിത്രം നോവലുകൾ അയക്കുന്ന രൂപത്തിൽ വായനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരേ സമയത്ത് രണ്ടും കിട്ടുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഡൽഹി ഗാഥകൾ എന്ന് പറഞ്ഞ പുസ്തകം, എം മുകുന്ദൻ്റെ പുസ്തകം വായിച്ചാൽ ഡൽഹിനെ കുറിച്ചിട്ട് ഒരു പഠനം വായിച്ചാൽ അത്ര സാധനം കിട്ടൂല. ജീവിതം എങ്ങനെയാണ്, ചുറ്റുപാടുകൾ എന്നുള്ള സാധനം. ഉസ്ബെക്കിസ്ഥാനും നെടുവീർപ്പുകൾ എന്ന അബ്ദുൽ ഖാദർ കൊള്ളോടിയുടെ പുസ്തകം വായിച്ചാൽ ഒരു കഥയുടെ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞു പോണ് ഇതാണുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് കമ്മ്യൂണിസം, വെച്ച് പുലർത്തുന്ന നീതികൾ എന്തെല്ലാം എന്നെല്ലാം നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നോവലാണ് താനും, അതോടൊപ്പം തന്നെ കേരളത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കടൽ യാത്രയുടനീളം സംഭവിക്കുന്ന രസകരമായ സംഭവങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് പിന്നെ എന്തുണ്ട്, രാജാവുമായുള്ള സംഘർഷം, നീണ്ട ഒരു ചരിത്ര പരമ്പര തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ള എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വായിച്ചപ്പോൾ ഒരു നോവലിൻ്റെ രചനാശൈലിയിൽ എന്തെങ്കിലും നിങ്ങൾ തോന്നിയ സാധനമുണ്ടോ? നമ്മൾ
ബെന്യാമിൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ടശിയായി വായിച്ച ഈ അടുത്ത് വായിച്ചൊരു നോവലുണ്ടെങ്കിൽ ദാനോ മാത്രമായിരിക്കും എന്നുള്ളത്. മധുറൂമിലാന്ന് കാരണം ഒരിക്കൽ ഇയാൾ 10 വർഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു നോവൽ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നോട്ടേക്ക് ചരിത്രത്തിന് വേണ്ടി പോകുന്നുണ്ട്. അതിന് കുറേ ആൾക്കാരെ ബദനിയുടെ പുസ്തകത്തെയും കുറേ പോബ്സ് എലിഫൻ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തൊക്കെയാണ് ഇദ്ദേഹം റെഫറൻസ് ചെയ്യുന്നത്. കാരണം ആനോ എന്ന് പറയുന്നത് 2013 ഒരു റിപ്പോർട്ടിനിടെ ഇദ്ദേഹം കേൾക്കുന്ന ഒരു വാർത്ത മാത്രമായിരുന്നു ഈ ആനോ, കേശവൻ എന്നുള്ള ഈ ആനയുടെ. പക്ഷേ ഇങ്ങനെയൊരു റിപ്പോർട്ട് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്കൊരു ഇതിനെക്കുറിച്ചൊരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇത് ചരിത്രം മാത്രമായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ നോവൽ എന്നുള്ള രൂപത്തിലുള്ള വായനക്കാരെ സ്വാധീനിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സങ്കല്പങ്ങളും ചരിത്രവും കൂടി ഒരു ആഖ്യാനമായി അതിനെ ഉണ്ടാക്കുന്നതിലൂടെ അത് വായനക്കാർക്ക് കൂടുതൽ നല്ല രൂപത്തിലുള്ള ഒരു സാധനമാണ് ഇദ്ദേഹം കൊടുത്തത്. ഇങ്ങനൊക്കെ ഒരു സംഭവം പറഞ്ഞപ്പോഴും റോമിൽ ഈ സംഭവം ഉണ്ടായിട്ട് പോലും എത്രയോ ആളുകൾ റോമിൽ പോയി പോരുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്മാരകമായിട്ട് ഈ വെള്ള ആനക്കുട്ടിയുടെ ഒരു ശില്പം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നൊരു സെൽഫി പോയിന്റ് ആയി മാത്രം മാറി. മലയാളികൾക്ക് തന്നെ യഥാർത്ഥത്തിൽ എന്താണെന്നറിയില്ല, സാധനത്തിൻ്റെ ചരിത്രമൊന്നും അറിയില്ല എന്നുള്ള സാധനമാണ്. ഇപ്പോൾ ആനക്കുട്ടി മരിച്ചപ്പോൾ ബെർണിൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിനെ കുറിച്ചിട്ട് അടിത്തറ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ബിംബം വെക്കണം. പിന്നെ ആളുകൾക്ക് എന്ത് ചെയ്യണം, അന്ന് ഉദ്ഘാടന സമയത്ത് ഫ്രീ ആയിട്ട് സൗജന്യമായി ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം എന്താണ്, മലബാർ മേഖലയിൽ നിന്ന് വന്നൊരു സാധനമാണ്. അന്നോട് ഞാൻ പറഞ്ഞല്ലോ പരിചയമില്ലാത്തൊരു സാധനമാണ്, പുതിയൊരു സാധനമാണ്. അപ്പോൾ ഇത്രത്തോളം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായ ഒരു സാധനത്തിന് പോലും മലയാളികൾ പോലും അറിയുന്നില്ല. അവിടെ എത്തിയിട്ട് കേവലം സെൽഫി എടുത്ത് പോയിരുന്നു. കാരണം കേരളത്തിലുണ്ട് ആന, ഇവിടെയുണ്ട് ആന. അപ്പോൾ ഇവിടെ നിന്ന് ആനനെ കാണുമ്പോൾ എന്തോ ഒരു വ്യത്യസ്തത, സെൽഫി എടുക്കുന്നു, നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതിലപ്പുറത്തേക്ക് ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ അവർ മുതിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത്തരത്തിൽ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ എന്മകജ എന്ന് ആനോ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഫോട്ടോകൾ കാണുമ്പോൾ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജാബിർ മാഷാണ് ചോദിക്കുക കേട്ടോ. എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇത് ഒരു മലയാളി മലയാളത്തിൽ നിന്ന് പുറത്ത് നിന്നിട്ട് മലയാളത്തെ നിരീക്ഷിക്കുന്ന ഒരു 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 രൂപമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ നോവലിലുള്ള ഈ കഥാപാത്രം മലയാളത്തെ പുറത്ത് നിന്ന് നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഉത്തരം എന്താണ്? വളരെ ഒരു എന്താ പറയുക, വളരെ പഴയ കാലത്ത് നിന്നുകൊണ്ടാണ് ഈ നോവൽ എഴുതുന്നത്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പിന്നീട് ഇപ്പോഴും അതിൻ്റെ ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു മലയാളി മലയാളത്തിൽ നിന്ന് പുറത്തുനിന്ന് മലയാളത്തെ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഉത്തരം എന്താണ്? ഈ നോവലിൽ നിന്ന് കിട്ടുന്ന ഉത്തരം കേട്ടോ, നിങ്ങളുടെ ഉത്തരമല്ല, ഈ നോവലിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ഉത്തരം എന്താണ്? ഇതിൽ ഇടയിലൊരു ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. എനിക്ക് ചിരന മിക്കാൽ വാസ് തന്നെ പറയുന്നുണ്ട്, മിക്കാൽ വാസ് പോകുന്നുണ്ടല്ലോ, പറയുന്നുണ്ട് എനിക്കെല്ലാം തന്നത് റോമാണ്, എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നതും ഒക്കെ റോമാണെന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുത്താൻ, അവിടെ സ്വാധീനിക്കാൻ ഈ ആനയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സാധിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു ഉത്തരം കൂടിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് ഇങ്ങോട്ടൊക്കെ താല്പര്യം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞല്ലോ ചീരനെയാണെങ്കിലും ഇവിടെ നിന്ന് നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. ചീരനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഒരു നിർബന്ധം ചെലുത്തുന്നുണ്ട്. പക്ഷെ അത് മിക്കവാസിന് തിരിച്ചിങ്ങോട്ട് വരാനുള്ള പ്രേരണ പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആൻസറിലേക്ക് വരട്ടെ. ഇത് ഒരു പശ്ചാത്തലമാണ്. പുതിയ പ്രവാസത്തെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ ആൻസർ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ചോദ്യം മനസ്സിലായില്ല? ഇത് ഓക്കെ ആണല്ലോ, പുറത്തുനിന്ന് മലയാളത്തെ നിരീക്ഷിക്കുകയാണ് അയാൾ അല്ലേ. അതിൻ്റെ പിന്നെ കുറേ ഭാഗങ്ങളാണ് പിന്നെ നോവലിൻ്റെ വളർച്ചയിലൊക്കെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു ഉത്തരം എന്താണ്? നിരീക്ഷിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. അവിടുന്ന് തിരിഞ്ഞ് മലയാള ഭൂമിയെ നോക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്താണ്?
ഇവിടുത്തെ മതസ്പർദ്ധയാണോ, അതല്ല ഇവിടുത്തെ ഒരു കമ്മ്യൂണൽ ഹാർമണിയാണോ, വയലൻസ് ആണോ? അത് റോമിൽ തന്നെ അവിടെ ഈ പോപ്പിൻ്റെ അടുത്തുണ്ടാവുന്ന സമയത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സഭയുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല ഈ പോപ്പുമാരെ തമ്മിലുള്ള അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളും ഇതൊന്നല്ല റെഡിയല്ല, ശരിയല്ല എന്നുള്ള രൂപത്തിലൊക്കെ കുറേ സാധനങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതേസമയത്ത് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ആ കപ്പലിലേക്ക് കയറ്റുന്നത് പോലും ഒരു ക്രിസ്ത്യാനിയാക്കിയിട്ടാണ് കപ്പലിലേക്ക് കയറ്റുന്നത്. അത്രമാത്രം മതപരിവർത്തനവും മറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതേസമയത്ത് ഈ ചീരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇവിടെ ഒരു ജാതി പ്രശ്നവും മറ്റുമൊക്കെ നിലനിൽക്കെ എഴുത്തച്ഛന് പോലെയുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ ശിഷ്യനാക്കി പഠിപ്പിക്കുന്നു എന്നുള്ളത് മലയാളത്തിൻ്റെ ഒരു പൊലിമയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരേ സമയത്ത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് മഖ്ദൂം തങ്ങളാണെങ്കിലും മറ്റു ഭാഗത്തു നിന്ന് എഴുത്തച്ഛനാണെങ്കിലും ഇവിടെ സമുദ്ധരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടം അദ്ദേഹം ഇവിടെ കാണുകയാണ്. മലയാളക്കരയിലേക്ക് നോക്കുമ്പോൾ ഇത്രമാത്രം വൈവിധ്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മയൊക്കെ സ്വീകരിക്കുന്നൊരു രൂപം ഇവിടെ കാണുന്നുണ്ട്. അതേസമയത്ത് അവിടെ പോപ്പുമാർ ഏറ്റവും മേലാളന്മാരെ തന്നെ അവിടെ പരസ്പരം തല്ലുകൂടി ഒന്നുമില്ലാത്തൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത് കാണാം. മതേതര നിലപാടുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ. കാരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പം പറഞ്ഞല്ലോ മഖ്ദൂം തങ്ങളെ പറഞ്ഞു, എഴുത്തച്ഛനെ പറയുന്ന സംവിധാനങ്ങളൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ശക്തമായി പറഞ്ഞാൽ പോർച്ചുഗീസ് ഭാഗത്തിനെതിരെ ശക്തമായി നിലനിന്നിരുന്ന മതസംഘടനകളെയും ഇതിലൊക്കെ കുറിച്ചിട്ട് പറയുമ്പോൾ കേരള പശ്ചാത്തലം അവർക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കാൻ തന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഈ ആനക്ക് വണ്ടിയിൽ കയറ്റുമ്പോൾ പോകാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ പറയുന്നുണ്ട്. കാലിങ്ങനെ വെച്ചിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ വണ്ടിയിലേക്ക് കയറിയിട്ട് ആര് പറയുന്നുണ്ട്, നമ്മളെ ചീരൻ പറയുന്നുണ്ട്. ചീരൻ പറയും, ഞാൻ പോവാണ്, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ, ഞാൻ പോവാണ്, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ. അപ്പം എത്രത്തോളം ഈ ആന കേരള പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു അത്യാവശ്യമായും തോന്നുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും നിങ്ങളിതിൻ്റെ ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാമൂഹിക പരിസരത്തെ ഇത് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ആ സാമൂഹിക പരിസരത്തിനകത്ത് പല മതക്കാരെയും അവർ തമ്മിലുള്ള പല കൊടുക്കൽ വാങ്ങലുകളെയൊക്കെ അവതരിപ്പിച്ചപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു പോയൊരു ഉത്തരവാണ്. ഇങ്ങനെ നമ്മൾ എക്കാലത്തും ഇങ്ങനെ സാമൂഹിക സ്പർദ്ധയിലായിരുന്നോ അല്ല വൈരത്തിലായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റവാക്കുത്തരം ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ഒറ്റവാക്കുത്തരമല്ല. നമ്മളങ്ങനെ ഒരു സമൂഹം നിലക്ക് പലതും ചെയ്തിരുന്നു, പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഒരു അന്തർധാരയിൽ നമ്മൾ മനുഷ്യരെന്ന പേരിൽ ഒരുമിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്കകത്ത് എന്തൊക്കെയോ ഒരു മേലാളത്തും ഒരു കീഴാളത്തൊക്കെ നിലനിന്നിരുന്നു എന്ന് തന്നെയാണല്ലോ ഈ നോവലിൻ്റെയും ഈ കഥയൊക്കെ വരുമ്പോൾ തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ ഈ ഒരു വെളുത്ത ആനനെ തന്നെ കൊണ്ടുപോയത്? അതിനാണോ? ആനകൾക്ക് പൊതുവെ വെളുത്ത കളറല്ലല്ലോ ഇവിടെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു വെളുത്ത ആനയെ എവിടെ നിന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുപോയത് എന്തിനായിരിക്കും? അല്ല, നമ്മളെ ഈ മാനുവൽ രാജാവിനെ സംബന്ധിച്ചിടത്തോളം പോപ്പിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഈ വായിക്കുമ്പോൾ മനസ്സിലാവും, രണ്ട് രൂപത്തിലാണ് ഈ ചരിത്രം വായിക്കാൻ പറ്റുന്നത്. അതായത് മാനുവൽ രാജാവിന് സമ്മാനം കിട്ടിയതാണോ ഇത്? അല്ല, സമ്മാനം കിട്ടിയതല്ല. അദ്ദേഹം ആവശ്യപ്പെടാണ്, ഇവിടെയുള്ള ഒരു ആളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആനയെ കയറ്റുമതി ചെയ്യുന്നതെന്നുള്ള രൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മാനുവൽ രാജാവിന് പോപ്പിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണല്ലോ അങ്ങനെ ഒരു സംവിധാനത്തിൽ ഒരു പക്ഷേ. അതേസമയത്ത് നമ്മൾ വേറൊരു ചരിത്രം കൂടി അവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ മാനുവൽ രാജാവിന് 30ഓളം സൂകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, സൂകളൊക്കെ ഉണ്ട്. ഇതിൽ അനേകം മൃഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതിലും കറുത്തതോ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇങ്ങനൊരു കൃത്യനിർവഹണത്തിന് വേണ്ടി കുറച്ചും കൂടി തൃപ്തിപ്പെടുത്താനായിരിക്കും. നേരത്തെ നമ്മൾ പോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ഭിന്നിപ്പും അവിടെ ഒരു റോമ സാമ്രാജ്യത്തിന് തകർച്ച ഉണ്ടാവുന്നതിനൊക്കെ കുറേ കാരണങ്ങളുണ്ടെന്നല്ലോ. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ഈ വർണ്ണവിഭജനവുമായി ഇതിലിപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഗോവയിലേക്ക് വരുന്ന അവിടുത്തെ ഗോവയുടെ ഒരു പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ബ്രാസ് അൽബാർക്ക്
അൽബാക്കസ് എന്ന് പറയും. ഇദ്ദേഹം ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ പോയി ആളുകൾ അടിച്ചമർത്തുന്നുണ്ട്, വർണ്ണവിവേചനത്തിന് പേരിൽ അടിച്ചമർത്തുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് പിന്നീട് ഒരു അടിമ സ്ത്രീയിലൂടെ കുഞ്ഞുണ്ടാവുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഖേദിക്കുകയാണ്, എൻ്റെ ഒരു സന്താന പരമ്പര എന്നിലൂടെ തന്നെ ഉണ്ടായോ എന്നുള്ളത് ഖേദിക്കുന്നുണ്ട്. അപ്പം അക്കാലത്തുണ്ട് ഏകദേശം ആൾക്കാരും ഏകദേശം ഈ വൈദേശികരൊക്കെ ഈ രൂപത്തിലായിരിക്കാമെന്ന് നമുക്ക് കരുതാം. പിന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വ്യക്തി താല്പര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇനി കറുത്ത ആന തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? കറുത്ത ആന കൊണ്ട് തിരഞ്ഞെടുത്തു, വെളുത്ത ആന കൊണ്ട് തിരഞ്ഞെടുത്തില്ല, അങ്ങനെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ മനാസർ പറഞ്ഞ ഉത്തരത്തിലേക്കാണ് എത്തുന്നത്. നമ്മൾ പരമാവധി ആകർഷിപ്പിക്കാൻ നിലക്കായിരുന്നു എന്ത് ചെയ്യുന്നില്ല, അവിടെ നല്ല സീനിയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുസ്തകം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു, വായിക്കുക, ചിന്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.